അമേരിക്ക ആദ്യം കണക്കാക്കിയിരുന്നത് ഇസ്രയേൽ ആദ്യം അടിക്കട്ടെ എന്നാണ്. ഇസ്രയേൽ വേണ്ടത് ചെയ്തോട്ടെ, നമുക്ക് പിന്നെ ചേരാം എന്നുള്ളതാണ്. പക്ഷേ അടിച്ചത് ഒന്നിച്ചാണ്, സംയുക്ത ആക്രമണമാണ് അവിടെ നടന്നത്. അങ്ങനെ യുദ്ധം തുടങ്ങിയപ്പോൾ തന്നെ അമേരിക്ക ഉൾപ്പെട്ടു. അപ്പോൾ അമേരിക്കയ്ക്ക് തലയൂരാൻ ഇനി പറ്റാത്ത വണ്ണം വന്നു. അപ്പോൾ ഇത്രയും ആയുധം ഇറാനിൽ ഉണ്ടാകുമെന്നും അമേരിക്ക പണ്ട് കണക്ക് കൂട്ടിയിരുന്നില്ല എന്നാണ് ഈ മാധ്യമങ്ങൾ പറയുന്നത്. ചൈന വല്ലാതെ സഹായിച്ചിട്ടുണ്ട്. ഇന്ന് വന്നിട്ടുള്ള പ്രധാനപ്പെട്ട ഒരു റിപ്പോർട്ട്, റഷ്യ ഇൻ്റലിജൻസ് വിവരങ്ങൾ നിരന്തരം കൈമാറുന്നുണ്ട് ഇറാന് എന്നുള്ളതാണ്. അതായത് അമേരിക്കയുടെയും ഇസ്രയേലിൻ്റെ സൈനിക സന്നാഹങ്ങളെപ്പറ്റി, എവിടെയൊക്കെയാണ് കയറി അടിക്കേണ്ടത് എന്നൊക്കെ റഷ്യ ഫീൽഡിലുണ്ട് എന്ന് ഒരു റിപ്പോർട്ട് ഇന്ന് പ്രധാനമായിട്ടും വന്നിട്ടുണ്ട്. അപ്പോൾ ഇതിന് പുറമെ ഈ റിപ്പബ്ലിക്കൻസ്, അതായത് ട്രംപിൻ്റെ പാർട്ടിയിൽ തന്നെ ട്രംപിനെതിരായ നീക്കങ്ങൾ തുടങ്ങിയിരിക്കുന്നു എന്നാണ് അവിടെ നിന്നുള്ള വിവരം. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടണും അമർത്തുക.